രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കവേ CPM നേതാക്കൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ മക്കളും ആരോപണമുന്നിൽ. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കണ്ണൂരിലെ നേതാക്കളുടെ മക്കൾക്കെതിരെയും ആരോപണം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പ്രതിരോധിക്കാൻ നേതാക്കൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾ വിവാദത്തിൽപ്പെടുമ്പോൾ ന്യായീകരിക്കാൻ നേതാക്കളില്ല. ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. മകൻ ശ്യാംജിത്തിനെതിരെയാണ് വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. തലശ്ശേരി പെരിങ്ങാടി സ്വദേശിയായ വ്യവസായി B ഷർഷാദാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർത്തി എന്നതിനു പുറമെ CPM നേതാക്കളുമായി സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയുമായി ശ്യാംജിത്തിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് ആരോപണം. രാജേഷിനെതിരെ ഷർഷാദ് നൽകിയ പരാതിയാണ് പുറത്തായത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് രാജേഷ് കൃഷ്ണയെ മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ CPM ദേശീയ നേതൃത്വം സമ്മതിച്ചിരുന്നില്ല. CPM നേതാവ് P ജയരാജന്റെ മകൻ ജെയിൻ രാജിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും CPM ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസും ആരോപണം ഉന്നയിച്ചിരുന്നു. ജെയിൻ രാജിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ ആരോപണം. കള്ളക്കടത്തിലൂടെ കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മം നിർമ്മിച്ചെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണം. മകനെതിരെയുള്ള മനു തോമസിന്റെ ആരോപണത്തിൽ P ജയരാജൻ ഫേസ്ബുക്കിലൂടെ നൽകിയ മറുപടി CPM-ലും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൽ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ച സംഭവം വിവാദമായിരുന്നു. P ജയരാജൻ വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ നിയമനം. IAS ഉദ്യോഗസ്ഥർ ചുമതല വഹിച്ചിരുന്ന പദവിയായിരുന്നു ഇതിന്റെ MD സ്ഥാനം. നിയമനം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ഉത്തരവ് പിൻവലിക്കുകയും ബന്ധു നിയമന വിവാദത്തിൽ P ജയരാജന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടിയും വന്നിരുന്നു. PK ശ്രീമതി മന്ത്രിയായിരുന്നപ്പോൾ മകന്റെ ഭാര്യ ധന്യയെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതും വിവാദമായിരുന്നു. സ്വന്തം വിവാദത്തിൽ ഉൾപ്പെട്ടതിനു പുറമെ മക്കളെയും വിവാദത്തിൽ ഉൾപ്പെടുത്തിയ നേതാവാണ് P ജയരാജൻ. ജയരാജന്റെ മകൻ ജെയ്സൺ രാജ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ സുഹൃത്തായിരുന്നു എന്നായിരുന്നു ഒരാരോപണം. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ജെയ്സന്റെ പേരിൽ ആന്തൂർ നഗരസഭയിലെ 4-ാം വാർഡായ ഉടുപ്പുകുന്നിലെ ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നിരുന്നു. P ജയരാജന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടതായിരുന്നു മറ്റൊരു മകൻ ജിജിത് രാജ് വിവാദത്തിലായത്. ജിജിത്തിന്റെ ഫോണിലൂടെയാണ് P ജയരാജൻ തന്നെ ബന്ധപ്പെട്ടതെന്നായിരുന്നു BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലായിരുന്നു മക്കളുടെ വിവാദം. ബിനീഷിനെതിരെ മയക്കുമരുന്ന് കച്ചവട ആരോപണം ഉയർന്നപ്പോൾ മറ്റൊരു മകൻ ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പും പീഡന കേസുമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. കരിമണൽ സ്വകാര്യ കമ്പനിയായ CMRL-ൽ നിന്ന് 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് ഉയർന്ന ആരോപണം. ഇതിനെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു.